ഈ ക്ഷേത്രത്തിൽ 7 വെള്ളിയാഴ്ചകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഗുഹയിലായിരുന്നു പഴയ ക്ഷേത്രം. വിവാഹ തടസ്സങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. ഒറ്റനാരങ്ങ മലയുമാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക്. നമ്മൾ കാറയിലൊക്കെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നതെങ്കിൽ തന്നെ ഈ പാർക്കിംഗ് കാണിച്ചിരിക്കുന്ന ഈ റോഡെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അതിവിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് വാഹനം അവിടെ പാർക്ക് ചെയ്യാം. ഞാൻ ബൈക്കിലാണ് വന്നത്, അതുകൊണ്ട് ഇന്ന് തിരക്കുമില്ല. അതുകൊണ്ട് ഞാൻ ഈ റോഡിൻ്റെ ഈ സൈഡിൽ തന്നെ ബൈക്ക് വെച്ചിരിക്കുകയാണ്. ഈ ബൈക്ക് ഇരിക്കുന്ന റോഡിൽ കൂടി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ക്ഷേത്രം. ഇതുണ്ടോ, ബോർഡിലുണ്ട് അരുവിക്കൽ ശ്രീ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇനിയിപ്പോൾ ഇവിടുന്ന് മുമ്പോട്ട് കുറച്ചങ്ങോട്ട് നടന്നാൽ മതി, നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ക്ഷേത്രം കാണാം. കണ്ടോ, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ ഈ അരുവിയിൽ കൂടി വേണം ക്ഷേത്രത്തിലേക്ക് കടക്കുവാൻ. പക്ഷെ ഇപ്പോൾ ക്ഷേത്രം അടഞ്ഞു കിടക്കുകയാണ്. ഇത് കണ്ടോ, അരുവി കണ്ടോ, ഇവിടെ ഒരുപാട് ആൾക്കാരാണ് ഈ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ അരുവിയും ഈ വെള്ളച്ചാട്ടവും ഒക്കെ കാണാൻ വേണ്ടി. ഈ വെള്ളം ഒഴുകി വരുന്നത് കണ്ടോ, നല്ല കണ്ണുനീര് പോലെ തെളിഞ്ഞ വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ആകാശം മുഖം നോക്കി നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ്. ആ പടവുകളുടെ താഴെ വരെ ഇപ്പം വെള്ളമുണ്ട്. വെള്ളം ഇപ്പം കുറച്ച് കുറഞ്ഞതാണ്. കണ്ടോ, ഇതുണ്ടോ, അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം കാണുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടം, നല്ല ശബ്ദമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷമാണ്. 1-2 ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്. അതിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും കഥകളെയൊക്കെ ഞാൻ പറയാം. ഇവിടെ ഈ മനോഹരമായ ഈ വെള്ളച്ചാട്ടവും ഈ അരുവിയും അതിനോട് ചേർന്ന് ഈ ക്ഷേത്രവും ഒക്കെ കാണുവാൻ വേണ്ടി ഒരുപാട് ദൂരെ നിന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ദിനം പ്രതി ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഇവിടെ നിന്ന് കുളിക്കുന്നു. അങ്ങനെ മിക്കവാറും ഒക്കെ ഇവിടെ നല്ല തിരക്കാണ്. ഇപ്പം ക്ഷേത്രം അടച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഉച്ചയാകാറായി. എങ്കിലും അങ്ങ് സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാരെല്ലാം നിൽപ്പുണ്ട്. ഇവിടെ ഈ ക്ഷേത്ര ദർശനത്തിനായി വരുന്നവർ നമ്മൾ ഈ അരുവിയിൽ കൂടി നടന്നു വേണം ക്ഷേത്രത്തിലേക്ക് കയറുവാൻ വേണ്ടി. അവിടെ ഒരു ഹാൻഡ് റെയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ, അതിൽ പിടിച്ച് വേണം. കാരണം ചെറിയ തെന്നലൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ആ കൈവരി പിടിച്ച് തന്നെ വേണം അകത്തോട്ട് കയറുവാനായിട്ട്. ഇതാണ് ക്ഷേത്രം. കണ്ടോ, ഞാൻ ആ ഗേറ്റിൻ്റെ വെളിയിൽ നിന്നാണ് എടുക്കുന്നത്. ക്ഷേത്രം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ക്ഷേത്രം അവിടെ നട തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഇപ്പം ക്ഷേത്രം അടഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇപ്പം ഈ ഫോട്ടോ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലേക്ക് വരുവാൻ സാധിക്കും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പാദരക്ഷ ഉപയോഗിക്കാൻ പാടില്ല. അത് വെളിയിൽ എവിടെയെങ്കിലും ഇട്ട ശേഷം മാത്രമേ ഉള്ളൂ ഈ പുറകിലേക്ക് നടന്നു വരാൻ പറ്റത്തുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കണം. ഇതുകൊണ്ടോ, ഈ ക്ഷേത്രത്തിൻ്റെ പുറകുഭാഗമാണ്. അതിലേയും വാഹനം വരും. അത് മറ്റേതോ ഒരു വഴി കൂടിയാണ് വരുന്നത്. പക്ഷേ മുൻഭാഗം എന്ന് പറയുന്നത് ഈ അരുവിയുള്ള അവിടം തന്നെയാണ്. ഇതുകൊണ്ട് പുറകിൽ നിന്ന് വരുമ്പോഴത്തേക്കും കാണുന്ന ബോർഡാണ്. അവിടെയും ഇതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇവിടെയും ഇതുണ്ട്, ഇവിടം വരെയും വാഹനം വരും. കണ്ടോ, ഇവിടെയും കുറേ വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ഒരുവിധം വലിയൊരു ക്ഷേത്രമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നതാണ്. ഇവിടെ ഏറ്റവും അധികം ആൾക്കാർ വരുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അന്ന് ഇവിടെ പ്രത്യേക ചില പൂജകളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴിയാണ്. അതിനോട് ചേർന്നാണ് ഇതുകൊണ്ട് ഒരു ജാതിത്തോട്ടമുണ്ട്. അത് ക്ഷേത്രത്തിൻ്റെ അല്ല, ക്ഷേത്രത്തിൻ്റെ അങ്ങപ്പുറത്ത് നിൽക്കുന്നതാണ് ജാതിത്തോട്ടം. എല്ലാം കൂടെ നല്ലൊരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പ്രകൃതി ഭംഗിയും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഒരു ക്ഷേത്രം തന്നെ. ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം എത്രയാണെന്നുള്ളത് ഒരു അറിവുമില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം വനമായി കിടന്ന കാലയളവിലൊക്കെ ശിവ ആരാധനയ്ക്കായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വസിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഊഹിക്കണം ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ക്ഷേത്രത്തിൻ്റെ അടിയിൽ പണ്ട് കാലത്ത് ഒരു ഗുഹയായിരുന്നു. ആ ഗുഹയ്ക്കുള്ളിലായിരുന്നു പണ്ട് കാലത്ത് ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത്. ആ ഗുഹയുടെ മുൻഭാഗം കാലക്രമേണ ഈ മണ്ണ് എല്ലാം വീണ് അതിൻ്റെ മുൻഭാഗം അങ്ങ് അടഞ്ഞുപോയി. അതിന് ശേഷമാണ്, അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ വെള്ളച്ചാട്ടമുണ്ടല്ലോ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലാണ് ആ ഗുഹയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ക്ഷേത്രത്തിൽ വരുന്നവരും ഈ വെള്ളച്ചാട്ടം ഇപ്പോൾ കാണാൻ വരുന്നവർക്കുമൊക്കെ ഈ ചരിത്രം അറിയുമോ എന്ന് എനിക്കറിയില്ല. ഈ ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് അതിലേറെ പ്രത്യേകതയുള്ളതാണ്. അത് സ്വയംഭൂ ആണെന്നാണ് സങ്കല്പം. സ്വയംഭൂ എന്നത് ഒരു സംസ്കൃത വാക്കാണ്. താനെ ഉണ്ടായത് അല്ലെങ്കിൽ സ്വയം ജനിച്ചത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഹൈന്ദവ പുരാണങ്ങളിൽ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നിവരെ സ്വയംഭൂ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇവർക്ക് ജനനമോ മാതാപിതാക്കളോ ഇല്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു.
ഇവിടെ ഈ ക്ഷേത്രത്തിൽ ശിവന് തുല്യമായ പ്രാധാന്യം തന്നെയാണ് സുബ്രഹ്മണ്യ സ്വാമിക്കും ഇവിടെ നൽകുന്നത്. ഇവിടെ വന്നു കഴിയുമ്പം തന്നെ നമുക്കൊരു പ്രത്യേക സുഖമാണ്. കാരണം ഇവിടെ ഈ പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും ഒപ്പം പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ അലയടിയും നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ഇവിടെ ഔഷധച്ചെടികളിൽ തഴുകി വരുന്ന ജലം പാറകളിൽ തട്ടിത്തെറിച്ച് തെളിനീരായി ഒഴുകുമ്പോൾ അതിൽ പരൽ മീനുകൾ നീന്തിത്തുടിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച കാണാം. ഈ ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ് കേട്ടോ. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് പഞ്ചായത്തിലെ കളത്തൂരിലാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കഴിയുന്നതും നിങ്ങൾ ഈ മഴക്കാലത്ത് വരണം. കാരണം മഴക്കാലത്ത് ക്ഷേത്ര പരിസരം സമ്മാനിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. അത് നമ്മുടെ മനസ്സിൽ നിന്നും ഉടനെ ഒന്നും മാഞ്ഞു പോകുന്നതല്ല. അത്ര മനോഹരമായ ഒരു കാഴ്ച, അത്ര മനോഹരമായൊരു ദൃശ്യം തന്നെയാണിത്. ഇവിടെ നമ്മൾ ഈ ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന സമയത്ത് നമ്മൾ ഈ അരുവി മുറിച്ച് തന്നെ വേണം ക്ഷേത്രത്തിലേക്ക് നമ്മൾക്ക് കയറുവാനായിട്ട്. ആ സമയം നമ്മുടെ പാദങ്ങൾ തഴുകി ഈ ജലവും ഒപ്പം നീന്തി തുടിച്ചു പോകുന്ന പരൽ മീനുകളെ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ അത് ഈ വെള്ളമുള്ള സമയത്ത് ഈ വർഷകാലത്ത് വന്നെങ്കിലേ ഉള്ളൂ ആ കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. ഈ ക്ഷേത്രത്തിന് ഇരട്ട ശ്രീകോവിലാണ്. നെയ്വിളക്കും ധാരയുമാണ് പ്രധാന വഴിപാടുകൾ. ഇവിടെ നാലമ്പലത്തിനുള്ളിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട്. വിവാഹ തടസ്സം മാറുവാനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കുമായിട്ട് ഗണപതി സ്വാമിക്ക് 7 വെള്ളിയാഴ്ചകളിൽ ഒറ്റയപ്പ നിവേദ്യം സമർപ്പിച്ചാൽ മതിയെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാധാരണ ദിവസങ്ങളെക്കാട്ടിലും തിരക്കുണ്ട്. കാരണം ഈ വിവാഹ തടസ്സം മാറുവാനായിട്ട് ഒരുപാട് ആൾക്കാർ അന്ന് ഇവിടെ വരുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെയാണ് പഞ്ചാമൃതവും പാലഭിഷേകവും ഒറ്റനാരങ്ങ മാലയുമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ നടയിലെ പ്രധാന വഴിപാടുകൾ. ഈ അരുവിയുടെയും അരുവിയോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെയൊക്കെ സൗന്ദര്യം കാണാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മഴക്കാലത്ത് തന്നെ ഇവിടെ വരണം. ആ സമയമാണ് ഏറ്റവും സൗന്ദര്യമുള്ളത്. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ വർഷകാലം ശക്തമാകുന്ന സമയത്തൊക്കെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തും നാലമ്പലത്തിനുള്ളിലും വരെ വെള്ളം ഇവിടെ എത്താറുണ്ട്. ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ പേര് വരുവാൻ കാരണം ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണല്ലോ ഈ അരുവി ഒഴുകുന്നത്. ഈ അരുവിയിൽ കൂടി നടന്നു വേണം ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ. ഈ അരുവിയുടെ അടുത്ത് തന്നെയാണ് ചേർന്നാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അരുവിക്കൽ എന്ന പേര് വരാനായിട്ടുള്ള കാരണം. ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഞാനിപ്പം വന്ന് ഏറ്റുമാനൂർ ഭാഗത്തു നിന്നാണ് വന്നത്. ഏറ്റുമാനൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ നമ്മൾ MC റോഡേ തന്നെ നമ്മൾ വന്നിട്ട് വെമ്പള്ളി വടക്കേ കവലയിൽ എത്തുക. ആ വടക്കേ കവലയിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ള വഴി. ഇനി നിങ്ങൾ ഈ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ കുര്യം എന്ന് പറയുന്ന ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാലും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർ കോതനല്ലൂർ കഴിയുമ്പം ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാലും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ സാധിക്കും. എല്ലാ റോഡുകളിലും എതിലേ വന്നാലും അവിടെയെല്ലാം ദിശാ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ എത്തുവാൻ സാധിക്കും. ക്ഷേത്രം ഇരിക്കുന്ന കുറേ അകത്തേക്ക് കയറിയാണ്. ഇവിടെ ഈ ക്ഷേത്രം രാവിലെ തുറക്കുന്നത് പുലർച്ചെ 5:45 എന്നിട്ട് 10:30 ക്ഷേത്രം അടയ്ക്കുന്നത് രാവിലെ. വൈകിട്ട് തുറക്കുന്നത് 5 മണിക്ക് തുറന്നിട്ട് 7:30 ക്ഷേത്രം അടയ്ക്കുന്നത്. ഇവിടെ ശനിയും ഞായറും ഒക്കെ ഭയങ്കരമായ തിരക്കാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൽ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഈ വിവാഹ തടസ്സം മാറുവാനായിട്ടുള്ള ഈ പൂജയ്ക്ക് വേണ്ടി ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ക്ഷേത്രവും ഈ വെള്ളച്ചാട്ടവും ഈ പരിസരത്തെ ഈ മനോഹരമായ കാഴ്ചകളും എല്ലാം കൂടെ കാണുവാൻ വേണ്ടി ഒരുപാട് ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു ഈ അരുവിയിൽ കുളിയെല്ലാം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തുന്നവരുണ്ട്. ഈ അരുവിയിലും ഈ വെള്ളച്ചാട്ടത്തിലും ഒക്കെ നിന്ന് കുളിക്കുന്ന ഒരുപാട് ആൾക്കാരും ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കുന്നതാണ്. അരുവിക്കൽ മഹാദേവനെ മനം നിറയെ തൊഴുതു വണങ്ങുമ്പോൾ ഭക്തൻ്റെ മനസ്സിൽ വിശുദ്ധിയുടെ ചന്ദനഗന്ധവും ഭക്തിയുടെ നൈർമാല്യവും മാത്രം.